ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ റിമാൻഡ് റിപ്പോർട്ട് വിവരങ്ങൾ 24-ന് യഥാർത്ഥ സ്വർണ്ണപ്പാളികളിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വേർതിരിച്ചെടുത്തു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പാളികളിൽ പൂശാൻ സ്പോൺസർമാർ നൽകിയ സ്വർണവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും തട്ടിയെടുത്തുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും പത്തനംതിട്ടയിൽ നിന്ന്. ഷഫീദ്, എന്തൊക്കെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്? തൊണ്ടി മുതൽ എവിടെ എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകളോ അതിലേക്ക് വെളിച്ചം വീശാവുന്ന എന്തെങ്കിലും പരാമർശമോ റിപ്പോർട്ടിലുണ്ടോ? വിജയകുമാർ, നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം കൊടുത്തിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ തട്ടിയെടുത്ത സ്വർണം എവിടെ എന്നുള്ള കാര്യത്തിൽ വിവരങ്ങളില്ല. മാത്രവുമല്ല, അക്കാര്യത്തിൽ പറയുന്ന കാര്യം ഏതെങ്കിലും തരത്തിൽ അതിന്റെ അന്വേഷണത്തിന്റെ ഘട്ടത്തിലേക്ക് കടക്കുന്നു, അതിനു വേണ്ടിയിട്ടാണ് നിർണായകമായ അറസ്റ്റും കസ്റ്റഡിയും എന്നുള്ള കാര്യം മാത്രമാണ് പറയുന്നത്. കുറ്റകരമായ ഗൂഢാലോചനയും കവർച്ചയും നടന്നുവെന്ന റിമാൻഡ് റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഈ ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി സുഹൃത്ത് വഴി കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ഉൾപ്പെടെ ആ യഥാർത്ഥ സ്വർണ്ണപ്പാളിയിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്തു എന്ന റിമാൻഡ് റിപ്പോർട്ടിൽ കണ്ടെത്തലുണ്ട്. വളരെ നിർണായകമാണ് ഈ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഈ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടക്കം അടിസ്ഥാനത്തിൽ പറഞ്ഞ സംശയിച്ച കാര്യമാണ്. അത് ഏതാണ്ട് ഉറപ്പിക്കുന്നുണ്ട് SIT സംഘം. അതായത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളിയിലെ സ്വർണം അത് വേർതിരിച്ചെടുത്തു എന്ന് റിമാൻഡ് റിപ്പോർട്ട് ഉറപ്പിക്കുന്നുണ്ട്. പാളികളിൽ പൂശാൻ സ്പോൺസർമാർ നൽകിയ സ്വർണവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ഒരു സംഘം തന്നെ ഉണ്ട് എന്നുള്ള കാര്യവും ഇപ്പോൾ SIT സ്ഥിരീകരിക്കുന്നുണ്ട്. അവർ തട്ടിയെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ. ഏതായാലും വളരെ സുപ്രധാനമാണ്. അല്പസമയം മുൻപാണ് പത്തനംതിട്ട SP ക്യാമ്പ് ഓഫീസിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തിരുവനന്തപുരത്തേക്ക് SIT സംഘം ഇറങ്ങിയതോടെ യാത്ര ഇപ്പോൾ ഈ രീതിയിൽ പോവുകയാണ്. ഈ SIT സംഘം ഇപ്പോൾ ആലോചിക്കുന്ന കാര്യം തിരുവനന്തപുരത്ത് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിക്കുന്നു. അതിനുശേഷം ഫ്ലൈറ്റ് ടൈം അവൈലബിലിറ്റി അടക്കമുള്ള കാര്യങ്ങൾ നോക്കും. ശേഷം ബാംഗ്ലൂരിലടക്കം വിശദമായ തെളിവെടുപ്പ് നടത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത മണിക്കൂറുകൾ തന്നെ അങ്ങനെയുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. ഏതായാലും വളരെ പ്രധാനപ്പെട്ട അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. ആ അറസ്റ്റിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. ഇതിന്റെ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ അതിലും ഇക്കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വിജയകുമാർ, യഥാർത്ഥ സ്വർണ്ണപ്പാളിയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വേർതിരിച്ചു എന്ന് മാത്രമല്ല, പാളികളിൽ പൂശാൻ സ്പോൺസർമാർ നൽകിയ സ്വർണം ഈ പോറ്റിയും സംഘവും തട്ടിയെടുത്തു എന്നും ഈ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ ഇയാൾക്കൊപ്പം ഒരു സംഘമുണ്ട്. ആ സംഘത്തിൽ ആരൊക്കെയാണ് കണ്ണികൾ? അവരെവിടേക്കാണ് സ്വർണം കടത്തുന്നത്? തൊണ്ടി മുതൽ എവിടെയാണ് സൂക്ഷിക്കുക? ആരുടെയൊക്കെ കൈകളിലെത്തി എന്നൊക്കെ കണ്ടെത്താൻ പോവുകയാണ്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നു. തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ തെളിവെടുപ്പിന് കേരളത്തിന് പുറത്തേക്ക് ബംഗളൂരു, ചെന്നൈ, ഹൈദരാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഈ പ്രതിയെ എത്തിക്കുകയും ചെയ്യും. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.